2025 തുടക്കത്തിൽ കേട്ട വാർത്തകളല്ല ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് ഇടയിൽ നാം ചില സ്പെക്കുലേഷൻ വാർത്തകളും കേൾക്കുകയുണ്ടായി. ചില സഖ്യങ്ങൾ രൂപപ്പെടുമെന്നും ചില സംഘർഷങ്ങൾ ഉണ്ടാകുമെന്നും 2026 തുടക്കത്തിൽ തന്നെ യുദ്ധമുണ്ടാകുമെന്ന് വാങ്കെ അടക്കമുള്ളവർ ചിലർ പ്രവചിക്കുകയും ചെയ്തു. ഏകദേശം അതൊക്കെ ശരിയായി വരുന്നു എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. അത്തരത്തിലാണ് ലോകത്തിന്റെ നീക്കങ്ങൾ. ഏതായാലും 2025 തുടക്കത്തിൽ വലിയ ഹീറോ ആയി മുൻപോട്ട് വന്ന ട്രംപിനെ കുറിച്ച് ഇപ്പോൾ വലിയ കേൾവികളൊന്നും തന്നെയില്ല. കഴിഞ്ഞ ദിവസം എവിടെയോ പോയി ബോംബിട്ടു എന്നൊരു വാർത്ത ഒഴിച്ചാൽ മറ്റു വാർത്തകളൊന്നും തന്നെയില്ല. പക്ഷേ ദക്ഷിണേഷ്യയിലും ഏഷ്യയിലും അടക്കം സ്ഥിതിഗതികൾ അങ്ങനെയല്ല, എല്ലാം മാറി മറിയുന്നു. അതിൽ ഏറ്റവും നിർണായകമായ ഒരു നീക്കം ബംഗ്ലാദേശിൽ രൂപപ്പെട്ടിരിക്കുന്ന പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്നത് ബംഗ്ലാദേശ് സ്വയം നശിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ്. എന്നാൽ മറുഭാഗത്ത് പാകിസ്ഥാൻ തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നു. പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം പാക് അധിനിവേശ കാശ്മീരിൽ ആകെ 30-ലധികം ആന്റി ഡ്രോൺ സംവിധാനങ്ങളും വ്യോമനിരീക്ഷണ കേന്ദ്രങ്ങളും സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് പ്രധാനമായി റാവൽകോട്ട്, കോട്ട്ലി, ഭീംബാർ മേഖലകളിലാണ് പ്രധാനമായി ഇത്തരത്തിൽ സംവിധാനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ തിരക്കിട്ട് സ്ഥാപിക്കുന്നത്. ഇതിന്റെ ചുമതല മുർമുറയിലെ 12ാമത് ഇൻഫൻട്രി ഡിവിഷനും കോട്ട്ലി ഭീംബർ ഇൻഫൻട്രിക്കുമാണ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ പാകിസ്ഥാൻ ഭയക്കുന്നു ഇന്ത്യ ഏത് നിമിഷവും തിരിച്ചടിച്ചേക്കാമെന്ന്. ഒരുപക്ഷെ ദില്ലി സ്ഫോടനത്തിന്റെ ആ ഒരു തിരിച്ചടി ആയിരിക്കാം അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇത്തവണ കാര്യങ്ങൾ പഴയതുപോലെയല്ല. ഓപ്പറേഷൻ സിന്ദൂർ അല്ല, ഇല്ലെങ്കിൽ സിന്ദൂർ 2.0 അല്ല, അതിലും മുകളിൽ നിൽക്കുന്ന ഒരു കനത്ത പകരം പാകിസ്ഥാൻ ഏൽക്കാൻ സാധ്യത ഏറെയാണ്. അതിനൊരു കാരണം ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന മറ്റൊരു വാർത്തയാണ്. അഫ്ഗാനിസ്ഥാൻ സ്വന്തമായി വ്യോമസേന യൂണിറ്റ് ആരംഭിക്കുന്നു എന്നൊരു വാർത്തയാണ്. ഒരുപക്ഷെ ഒരു കൗതുകമായി തോന്നിയേക്കാം. അഫ്ഗാനിസ്ഥാൻ വ്യോമസേനയെ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒറ്റയ്ക്കെടുക്കുന്ന ഒരു തീരുമാനമല്ല, അല്ലെങ്കിൽ ഒരു പ്രസ്താവന മാത്രമായി അതിനെ ചുരുക്കി കാണേണ്ടതുമില്ല. ഇന്ത്യയുമായും ചൈനയുമായും റഷ്യയുമായും ഒക്കെ ഇപ്പോൾ അടുത്ത ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന അഫ്ഗാനിസ്ഥാന് ഒരുപക്ഷെ ഇവരുടെ സഹായത്താൽ വിമാനം പറപ്പിക്കാൻ കഴിയും. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചത്ര ആശ്വാസകരമായ വാർത്തയല്ല. അതിനിടയിൽ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ചൈന പാകിസ്ഥാൻ പാത, ചരക്കുകൾ എത്തിക്കുന്ന പാത ബലൂചിസ്ഥാനികൾ ഉപരോധിച്ചു തുടങ്ങി. ഈ ഉപരോധം 2 ദിവസമായി തുടരുകയാണ്. ഇനിയും നീളാനാണ് സാധ്യത. ഖൈബർ പക്തൂൺ മേഖലയിൽ പാക് സൈന്യത്തിന് പിടി നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നൊരു വാർത്തയും അവിടെ നിന്ന് വരുന്നു. തെഹ്രീക്കെ താലിബാന്റെ പുതിയ പ്രഖ്യാപനത്തിൽ ഗിൽജിത്തും ബാൾട്ടിസ്ഥാനും അടക്കം തങ്ങളുടെ മേഖലയാണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാന്റെ സ്ഥിതി അനുദിനം മോശമായി വരുന്നു. ഡൊണാൾഡ് ട്രംപിന് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ല. അതിനൊരു പ്രധാന കാരണം തായ്വാനാണ്. തായ്വാന് $11.1 ബില്യൺ ആയുധങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം അമേരിക്ക നൽകിയത്. അതായത് ചൈനയെ പ്രതിരോധിക്കുക. ചൈനയുടെ ആത്യന്തിക ലക്ഷ്യം തായ്വാനാണ്. 2027 മുമ്പ് തായ്വാൻ സ്വന്തമാക്കും എന്നവർ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിനുള്ള യുദ്ധസന്നാഹങ്ങളും യുദ്ധക്കപ്പലുകളും ഒക്കെ അവർ പണ്ടേ നീക്കി കഴിഞ്ഞിരിക്കുന്നു. അവിടേക്കാണ് ഇപ്പോൾ ട്രംപ് നേരിട്ട് കളത്തിലിറങ്ങുന്നത്. ആദ്യം ജപ്പാനെ കൊണ്ട് പറയിച്ചു നോക്കി. ജപ്പാനും ചൈനയും തമ്മിൽ ശത്രുതയായി. ജപ്പാന്റെ തീരങ്ങളിലും റഷ്യയുടെയും ചൈനയുടെയും പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും നിറഞ്ഞു. ദക്ഷിണ കൊറിയയും കളത്തിലിറങ്ങി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ട്രംപ് തന്നെ രംഗത്തെത്തുന്നു. $11.1 ബില്യൺ ആയുധങ്ങൾ നൽകുക മാത്രമല്ല, തായ്വാനെ തൊട്ടാൽ തങ്ങളും രംഗത്തിറങ്ങുമെന്ന് ട്രംപ് പറയുകയും ചെയ്തു. ഇതോടുകൂടി ചൈന കടുത്ത നിലപാടിലേക്ക് നീങ്ങി. അമേരിക്കയുടെ 20ഓളം ആയുധ കമ്പനികൾക്കും 10ഓളം എക്സിക്യൂട്ടീവുകൾക്കും ഉപരോധം ഏർപ്പെടുത്തി. നിലവിൽ ഈ ഉപരോധം അമേരിക്കയെ ബാധിക്കില്ല എങ്കിലും ഭാവിയിൽ ഈ ഉപരോധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചാൽ റെയർ മെറ്റൽസ് അടക്കം അമേരിക്കയ്ക്ക് ലഭിക്കാതാകും. അതായത് തായ്വാൻ മേഖലയിൽ ചൈന അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ പൂട്ടിക്കെട്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള അമേരിക്കയ്ക്ക് ഇനി പാകിസ്ഥാനിലേക്ക് കണ്ണയക്കുക പ്രയാസകരമാണ്. ബംഗ്ലാദേശിലേക്കും തിരിഞ്ഞു നോക്കാൻ സമയമില്ല. ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ളവർ ഇന്ത്യയുമായി എങ്ങനെയെങ്കിലുമൊക്കെ അനുരഞ്ജനത്തിനുള്ള നീക്കം നടത്തുന്നത്. കാരണം എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥ. സഹായിക്കാമെന്ന് ഏറ്റവരെല്ലാം ആപ്പിലാകുകയാണ്. ഇനി ഇതിലും കൗതുകകരമായ ചില വാർത്തകൾ കൂടിയുണ്ട്. ഈ സിറിയയുടെ അതിർത്തികളിലെല്ലാം തുർക്കി ഡ്രോണുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അതായത് ഒരു വ്യോമ നിരീക്ഷണ സംവിധാനം സ്ഥാപിച്ചിരിക്കുന്നു. ഇസ്രയേൽ ഇതിനെതിരെ പരാതിയുമായി ട്രംപിനെ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലമായി തുർക്കിയും ഇസ്രയേലും ബന്ധമത്ര ഊഷ്മളമല്ല. എന്തുകൊണ്ട് ഇസ്രയേൽ തുർക്കിയെ ആക്രമിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ തുർക്കി നിലവിൽ നാറ്റോ രാജ്യമായതുകൊണ്ട് മാത്രമാണ്. ആകാശപാത ഉൾപ്പെടെ തുർക്കി ഇസ്രയേലിന് നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ഏതായാലും തുർക്കിയും ഇസ്രയേലും ഒരു ഭാഗത്ത്, അമേരിക്കയെ വളഞ്ഞ് ചൈന നിൽക്കുന്നു. ഇവിടെ പാകിസ്ഥാൻ താക്കീതുമായി അഫ്ഗാനിസ്ഥാൻ ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു. അതിനിടയിലാണ് പാകിസ്ഥാൻ ഭയപ്പെടുന്നത് ഇന്ത്യ ഒരു വലിയ ആക്രമണത്തിന് തുനിയുമോ എന്ന്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് 300 കിലോമീറ്റർ അകലക്കൂടി പറക്കുകയായിരുന്ന പാക് യുദ്ധവിമാനങ്ങളെപ്പോലും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടാകണം ഇന്ത്യൻ അതിർത്തികളിൽ ഇപ്പോൾ ആന്റി ഡ്രോൺ സംവിധാനങ്ങളും വ്യോമ നിരീക്ഷണ സംവിധാനങ്ങളും ഒക്കെ പാകിസ്ഥാൻ ഒരുക്കൂട്ടുന്നത്. ഏതായാലും
ഒരടി ഉറപ്പാണ്. എവിടെ തുടങ്ങുമെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. ഇതിനിടയിൽ റഷ്യയിൽ നിന്ന് വരുന്ന ചില വാർത്തകൾ സെലൻസ്കി ട്രംപിനെ കണ്ട് സമാധാനത്തിനുള്ള നീക്കങ്ങൾക്ക് മുന്നൊരുക്കം നടത്തുമ്പോൾ റഷ്യ കീവിലടക്കം വലിയ രീതിയിൽ മിസൈലുകൾ വാരിവിതറി വൻ നാശമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2025 അവസാനിക്കും എന്ന് നമ്മൾ കരുതിയ പലതും വീണ്ടും തുടങ്ങുകയാണ്. അതായത് അവസാനിക്കുകയല്ല, ഇവരെല്ലാം അല്പം റെസ്റ്റ് എടുക്കുകയായിരുന്നു. ആ റെസ്റ്റ് കഴിഞ്ഞ് അവരെല്ലാം വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുന്നു. 2026 പിറന്നു വീഴുന്ന ആ നാളുകളിൽ തന്നെ പുതിയ പുതിയ യുദ്ധവാർത്തകൾ ഒരുപക്ഷെ കേൾക്കേണ്ടതായി വന്നേക്കാം. ഇന്ത്യ രണ്ടും കൽപ്പിച്ചാണ്. തുർക്കിയോടുള്ള നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല എന്ന് മാത്രമല്ല, തുർക്കിയിൽ നിന്ന് നാം ഏറ്റവും കൂടുതൽ ആശ്രയിച്ച് ഇറക്കുമതി ചെയ്തിരുന്ന മാർബിൾ ഇറക്കുമതി നാം വേണ്ടാന്ന് വെച്ചു. പകരം അത് ഒമാന് നൽകി. ഒപ്പം തന്നെ തുർക്കിയുടെ ഇവിടെ ഈ രാജ്യത്ത് പറന്നിരുന്ന ഇൻഡിഗോയുടെ 5 വിമാനങ്ങൾക്കും ഇനി അനുമതി നൽകില്ല എന്നൊരു തീരുമാനം കൂടി എടുത്തു. അങ്ങനെ എല്ലാ തരത്തിലും ശത്രുക്കൾ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്തരായ ആളുകൾ അല്ലെങ്കിൽ രാജ്യങ്ങളാൽ അവരെല്ലാം ബന്ധിതരാക്കപ്പെടുന്നു. ഒരുപക്ഷെ മുമ്പ് നമ്മൾ സ്പെക്കുലേഷനായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യ റഷ്യ ചൈന ബന്ധവും ഇന്ത്യ ഇസ്രായേൽ ബന്ധവുമൊക്കെ അതൊക്കെ ഏതാണ്ട് തെളിഞ്ഞു വരികയാണ്. 2025 അവസാനമാകുമ്പോഴേക്കും നമ്മുടെ ശത്രുവാണ് തുർക്കി. ആ തുർക്കിയെയാണ് ഏത് നിമിഷവും ആക്രമിക്കാനായി ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. നമ്മളുടെ ആജന്മ ശത്രുവായ പാകിസ്ഥാൻ, ആ പാകിസ്ഥാനെ തീർക്കാൻ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും ഒരുപോലെ തയ്യാറെടുക്കുന്നു. അവിടേക്ക് ഇടപെടും എന്ന് കരുതിയ ഡൊണാൾഡ് ട്രംപ്, ആ ഡൊണാൾഡ് ട്രംപിനെ തായ്വാനിൽ തളച്ചിടാൻ ചൈനയ്ക്കുമായി. ചൈന അത്തരത്തിൽ നീങ്ങുന്നത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല, പകരം തായ്വാൻ അവർക്ക് പിടിച്ചെടുക്കണം. അഫ്ഗാനിസ്ഥാന് നിലനിൽക്കണമെങ്കിൽ പാകിസ്ഥാനെ ആക്രമിച്ച് മതിയാകും. ബലൂചിസ്ഥാനിൽ പ്രക്ഷോഭം നടത്തുന്നവർക്കും ഖൈബർ പഖ്തൂണിലെ TTPക്കുമൊക്കെ ഒരു ആക്രമണം അനിവാര്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് സിറിയയുടെ അതിർത്തികൾ ഉടനീളം ഈ ഡ്രോൺ സ്ഥാപിക്കുന്നത് അവർക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം സിറിയയുടെ വ്യോമപാത യഥേഷ്ടം ഉപയോഗിച്ചാണ് ഇറാനിലും ഇറാഖിലുമൊക്കെ അവർ ആക്രമണം നടത്തിയത്. അതിനിടയിൽ ഏറ്റവും പുതിയതായി വരുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അമേരിക്കയുമായി തങ്ങൾക്ക് വെടിനിർത്തൽ കരാർ ഇല്ല എന്ന് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നു. അതായത് ഇറാൻ കൂടി പ്രത്യക്ഷമായി 2026 കളിക്കാരനായി രംഗത്തെത്തുകയാണ്. ഇതിനിടയിലാണ് റഷ്യയുടെ പുതിയ നിലപാട് മാറ്റം. റഷ്യ ഇപ്പോൾ ഏത് വിഷയത്തിലും കയറി ഇടപെടുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. ജപ്പാനും ചൈനയും തമ്മിൽ ഉരസലുണ്ടായപ്പോൾ ചൈനയെ പിന്തുണച്ചുകൊണ്ട് അവരുടെ പടുകൂറ്റൻ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും ഒക്കെ ഈ ജപ്പാന്റെ തീരപ്രദേശങ്ങളിലേക്ക് അയക്കാൻ റഷ്യക്ക് ഒരു മടിയും ഉണ്ടായില്ല. ബംഗ്ലാദേശിന് വാണിംഗ് കൊടുക്കാനും റഷ്യക്ക് കഴിഞ്ഞു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരർത്ഥത്തിൽ RIC പ്രത്യക്ഷമായി തന്നെ രംഗത്തിറങ്ങി എന്ന് നമുക്ക് പറയേണ്ടി വരും. RICക്കപ്പുറം ഇന്ത്യയുടെ മിത്രങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബന്ധുക്കൾ അവർ ഇന്ത്യയുടെ ശത്രുക്കൾക്ക് എതിരെ പലയിടത്തും യുദ്ധമുഖങ്ങൾ തുറക്കുന്ന കാഴ്ച. ഏതായാലും 2025 അവസാനിക്കുന്നത് ഒന്നും അവസാനിക്കില്ല എന്ന് സൂചന നൽകിക്കൊണ്ടാണ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് പുതിയ വാചോടോപങ്ങൾ ഒന്നും തന്നെയില്ല. സാമ്പത്തികമായി കുറെ പ്രശ്നങ്ങൾ അമേരിക്കയിലുമുണ്ട്. അതിനിടയിൽ ജർമ്മനിയും ഇറ്റലിയും അവരുടെ വലിയ കരുതൽ സ്വർണ്ണശേഖരം അമേരിക്കയിൽ നിന്ന് പിൻവലിക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം ഒരു വലിയ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ ഇപ്പോഴത്തെ ട്രംപിന്റെ നേതൃത്വത്തിൽ അത് മുന്നോട്ട് പോവുക പ്രയാസകരമായിരിക്കും. കാരണം വാക്കുകൾക്ക് പ്രത്യേകിച്ച് വ്യവസ്ഥ നൽകുന്ന നേതാവല്ല ട്രംപ് എന്നതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ തന്നെ വലിയ സ്വർണത്തിന്റെ ശേഖരമുള്ള ഇറ്റലിയും ജർമ്മനിയും ഒക്കെ അവരുടെ വലിയ കരുതൽ ശേഖരം അമേരിക്കയിൽ നിന്ന് പിൻവലിക്കാൻ തയ്യാറാകുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു വലിയ ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും. ഏതായാലും ഇന്ത്യ താരിഫ് വലിയ രീതിയിൽ ഏറ്റില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും മാർച്ചോട് കൂടി തന്നെ അമേരിക്കയും ഇന്ത്യയും ഒരു വ്യാപാര കരാർ ഏർപ്പെടുമോ ഇല്ലയോ എന്നറിയില്ല. ഇന്ത്യയുടെ വഴിക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പല രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡിംഗ് കരാർ ഒപ്പുവെച്ചുകൊണ്ടിരിക്കുന്നു. തുർക്കി അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും അവശേഷിക്കുന്ന കരാർ റദ്ദ് ചെയ്യുന്ന തിരക്കിലാണ് ഇന്ത്യയും ഇന്ത്യയുടെ ഭരണാധികാരികളും. അതിനിടയിലാണ് ഇത്തരത്തിൽ ജിയോ പൊളിറ്റിക്സുകൾ മാറി മറിഞ്ഞ് ഒരു യുദ്ധത്തിന്റെ കാഹളം മുഴക്കി നിൽക്കുന്നത്. എവിടെയെങ്കിലും ഒരു തീപ്പൊരി ചെറിയാൽ അപ്പോൾ തുടങ്ങും വലിയൊരു യുദ്ധം. ഇത് തന്നെയാണ് ന്യൂസിന്റെ മലയാളത്തിലെ പോയിന്റ്. നന്ദി, നമസ്കാരം.